സാറേ, ഇന്നലെ എല്ലാ കേരളത്തിലെ പത്രങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ആദ്യ ചിത്രം പ്രിയങ്ക ഗാന്ധിയും ചെറുവയൽ രാമനും ചേർന്ന് പാടവരമ്പിലൂടെ നടന്നു പോകുന്ന ചിത്രമാണ്. അതെ, അത് കണ്ടിട്ട് എന്ത് തോന്നി? എത്ര മനോഹരമായ ചിത്രമാണെന്ന്. സിനിമാ ഷൂട്ടിലെ പോലെ എത്ര മനോഹരം. അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവിട്ടുകൊണ്ട് അദ്ദേഹം ചെറുവയൽ രാമൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചു. അത് ശരിക്കും ആസ്വദിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. വയൽവരമ്പുകളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതെ, ഞാൻ ഈ മണ്ണിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്, മണ്ണിൻ്റെ ആ ഒരു ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്, അത് ഉൾക്കൊള്ളുന്ന ഒരാളാണെന്നൊക്കെ ഒരു മെസ്സേജ് കൊടുക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു PR ഷൂട്ടായിരുന്നു അത് വളരെ മനോഹരമായ ചിത്രം. പക്ഷേ നമ്മൾ ആ ഫോട്ടോയിൽ തന്നെ സൂക്ഷിച്ചു നോക്കൂ, ചെറുവയൽ രാമൻ്റെ മുഖത്തൊരു ചെറു ചലനമെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്നതിലല്ല അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാവുന്നില്ല. അദ്ദേഹം താഴോട്ടാണ് അപ്പോഴും നോക്കുന്നത്, അധോമുഖനായിട്ട്. അവിടെ പുതിയ ഏതെങ്കിലും വിത്തിനങ്ങളുണ്ടോ, സസ്യമുണ്ടോ, ഉയർന്നു വരുന്നുണ്ടോ? പ്രകൃതിയിലേക്കാണ് അദ്ദേഹം നോക്കുന്നത്, പബ്ലിസിറ്റിയിലേക്കല്ല. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു പൊസിഷൻ വളരെ ഭംഗിയായിട്ട്. ശരിയാണ്. ചെറുവയൽ രാമൻ വിത്തിലേക്കും പ്രിയങ്ക വോട്ടിലേക്കുമാണ് നോക്കുന്നത്. വിത്തിലേക്കല്ല, കൊയ്ത്തിലേക്കെന്ന് നോക്കുകയാണെങ്കിൽ പറയാം. പ്രിയങ്ക ഗാന്ധി കൊയ്ത്തിലേക്ക് നോക്കുമ്പോൾ ചെറുവയൽ രാമൻ വിത്തിലേക്ക് നോക്കുന്നു. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസമായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. നോക്കൂ, ഈ മനുഷ്യൻ, ഈ ചെറുവയൽ രാമൻ വളരെ കഷ്ടപ്പെട്ട് പട്ടിണി അനുഭവിച്ചൊരു വ്യക്തിയാണ്. വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി പണമില്ലാതെ 5ാം ക്ലാസ്സിൽ വെച്ച് വിദ്യാഭ്യാസം നിർത്തി. എന്നിട്ടാണ് പ്രകൃതിയുടെ ഏറ്റവും വലിയ ഒരു പ്രൊഫസറേക്കാളും കൂടുതലായിട്ട് പ്രകൃതിയെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ നെൽവയൽ ഇനങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിജ്ഞാനം ഒരു സർവകലാശാല പോലെ, അല്ലെങ്കിൽ ഒരു സർവ്വവിജ്ഞാന കോശം പോലെ അദ്ദേഹം സ്വന്തമാക്കിയത്. വിത്തിനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപക്ഷെ വംശനാശം നേരിടുന്ന വിത്തുകളെ എല്ലാം ശേഖരിച്ചു വെച്ച് അവയുടെ ഒരു ജനിതക സമ്പത്തുണ്ടാക്കി വെച്ച മഹാൻ. നമ്മൾ നോക്കൂ, ഇപ്പോൾ അമേരിക്കയുമായിട്ട് നമുക്കുള്ള ഈ വ്യാപാര ചർച്ചയിലുള്ള പ്രധാന തടസ്സം എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്തുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. അത് നമ്മുടെ കർഷകർക്ക് വലിയ ആഘാതം ഏൽപ്പിക്കുന്നതിനപ്പുറം ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ വിത്തുകൾക്ക് ഒരു വെറൈറ്റി നമുക്ക് പ്രകൃതിയുടെ ഏറ്റവും വലിയ കലവറ എന്ന് പറയുന്നത് അതിൻ്റെ വൈവിധ്യം. ആ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമാവുകയാണ്. ജനറ്റിക്കലി മോഡിഫൈഡ് വിത്തനങ്ങൾ ഇവിടെ വലിയ ഉൽപ്പാദനം കിട്ടും. ഇത്രയും കഴിവുള്ള മനുഷ്യനെ കണ്ടെത്താൻ മുൻ സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല. അതെ, ഈ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഏറ്റെടുക്കാൻ എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 63 വർഷമായിട്ട് ഈ കാർഷിക ഉദ്യമത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ആളാണ് ചെറുവയൽ രാമൻ. അദ്ദേഹത്തിന് 73 വയസ്സൊന്നുണ്ട്. ഒരുപക്ഷെ നെഹ്റുവിൻ്റെ കാലത്തോ, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തോളം പഴക്കമുള്ള ഒരു മനുഷ്യൻ. നെഹ്റുവിൻ്റെ കാലത്തും അദ്ദേഹം ഈ ചെറുവയലിൽ തന്നെ ഉണ്ടായിരുന്നു, മാനന്തവാടിയിലുണ്ടായിരുന്നു, വയനാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അർഹിക്കുന്ന ഒരു അംഗീകാരവും അദ്ദേഹത്തെ തേടിയെത്തിയില്ല. ഒടുവിൽ 2 വർഷങ്ങൾക്ക് മുമ്പ്, അതാണ് രസം, ഇതിൻ്റെ ഒരു വ്യത്യാസം അതാണ്, 2023 നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വേണ്ടി വന്നു അദ്ദേഹത്തിന് ഈ പത്മശ്രീ കൊടുക്കുവാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നെഹ്റുവിൻ്റെ കാലം അവിടെ കുറേ ഉദ്യോഗസ്ഥർ കുറേ പേരുകൾ ശുപാർശ ചെയ്യും, അവർക്ക് പത്മശ്രീ അങ്ങനെയുള്ള ദേശീയ പുരസ്കാരങ്ങൾ, ബഹുമതികൾ നൽകും. അങ്ങനെയായിരുന്നു അത് സംഭവിച്ചുകൊണ്ടിരുന്നത് അതുവരെ. പക്ഷേ നരേന്ദ്രമോദി വന്നിട്ട് ഈ പത്മശ്രീ സമ്മാനത്തിൻ്റെ അലകും പിടിയും മാറ്റി. ജനങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പം ശ്രീചിത്രം വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാം, ഇന്നാൾ ഇന്നതൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. അത് പരിശോധിച്ചിട്ട് അതൊരു വലിയ, കേരളത്തിൽ തന്നെ എത്ര പേര് പാവപ്പെട്ട ഗ്രാമീണ കലാകാരന്മാർ ഒക്കെ ഇങ്ങനെയുള്ള അവാർഡുകൾ ഇപ്പോൾ നേടിക്കൊണ്ട് അത് വളരെ ജനകീയമാക്കി, ജനാധിപത്യപരമായ ഒന്നാക്കി മാറ്റി. അല്ല, അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന ആ സമ്പ്രദായങ്ങൾക്ക് അവസാനം വരുത്തി. അവിടെയാണ് നരേന്ദ്രമോദി ഇവിടെയും ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു വിപ്ലവം കൊണ്ടുവന്നു, ഒരു മാറ്റം, പരിവർത്തനം കൊണ്ടുവന്നു. അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ശരിയായിട്ടുള്ള ജെനുവനായിട്ടുള്ള ആൾക്കാരെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു സമ്പ്രദായമായിട്ട് വളർന്നു വന്നു. അതിൻ്റെ ഒരു ഫലം, സദ്ഫലം അനുഭവിക്കുന്നു. ഇപ്പോൾ പത്മശ്രീ കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നുള്ളതല്ല. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിത്തിനങ്ങൾക്ക് കൂടുതൽ വൈവിധ്യം നൽകുന്നതിനുള്ള ഒരു ആവേശം അദ്ദേഹത്തിന് ജനിപ്പിക്കും. എന്നിട്ട് നോക്കൂ, ഇവിടെ നമ്മൾ ഒരു കാര്യം, ഈ ഫോട്ടോ
എടുക്കാൻ വേണ്ടി തോളിൽ കൈയിട്ടുകൊണ്ട് നടന്നതല്ലാതെ പ്രിയങ്ക ഗാന്ധി അവിടുത്തെ MP ആണ്. അവർക്ക് പലതരത്തിലുള്ള ഫണ്ടുകൾ കേന്ദ്രത്തിൽ നിന്ന് സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കാൻ പറ്റും. അവിടുത്തെ കൃഷി, അതിൻ്റെ വൈവിധ്യവൽക്കരണം, അതൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഇന്നുവരെ അവർ മിണ്ടിയിട്ടേ ഇല്ല. രണ്ടാമതായിട്ട്, അല്ലെങ്കിൽ തന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ആ പണം അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെലവഴിക്കാൻ പറ്റുന്നതാണ്. അവിടെ ഇത്തരത്തിലുള്ള വയലുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ വിത്തുകൾ വിതയ്ക്കുന്ന വയലുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവയുടെ സംരക്ഷണം ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയിൽ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നീർത്തട സംരക്ഷണം എന്ന് പറയുന്നത് ഈ നെൽവയലുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും വലിയ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ആ കാര്യത്തിന് വേണ്ടിയെങ്കിലും കുറച്ച് ഫണ്ട്, പ്രാദേശിക വികസന ഫണ്ടെന്നും പറഞ്ഞ് വലിയ അഴിമതി നടത്തിയുള്ള വെയിറ്റിംഗ് ഷെഡുകൾ ധാരാളമാണ്. അപ്പം ഇങ്ങനെ കുറച്ചുകൂടി നമ്മുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് നാളുകളായി നാം ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചാൽ അങ്ങനെയാണ്. ഈ റഫേൽ വാങ്ങുമ്പോൾ ബ്രഹ്മോസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ എല്ലാം ക്രെഡിറ്റ് ഞങ്ങൾ മൻമോഹൻ സിംഗ് ചെയ്തതാണ്, ഇന്ദിരാഗാന്ധി ചെയ്തതാണ്, രാജീവ് ഗാന്ധി ചെയ്തതാണ്. ഇതെന്താണ് കോൺഗ്രസിന്റെ ഉദ്ദേശം? കോൺഗ്രസിന് പബ്ലിസിറ്റി മാത്രമാണ് ഈ കാര്യങ്ങളിൽ താല്പര്യമുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് അവർ ഈ ഫോട്ടോഷൂട്ടിനും പോകുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ബുള്ളറ്റ് ഓടിച്ചു കൊണ്ടുപോകുന്നത്. താൻ ഏതു സമരം ഏറ്റെടുത്തിരിക്കുന്നോ അതിൻ്റെ വിജയത്തിനായിട്ടുള്ള ഒരു ശ്രമവും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ യാത്രയുടെ അവസാന നിമിഷത്തിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്താതെ അദ്ദേഹം നേരെ മലേഷ്യയിലേക്ക് സുഖവാസ കേന്ദ്രത്തിലേക്ക് പോയത്. ആ സന്ദർഭം, ആ ടൈമിംഗ്, അത് അദ്ദേഹത്തിന് ഈ സമരത്തോടുള്ള പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യുന്നതാണ്. ആ തരത്തിൽ തന്നെയാണ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ് പ്രിയങ്ക ഗാന്ധി. വയനാടിൻ്റെ മണ്ണിലേക്ക് ഇത്രയും വൈവിധ്യം 5 വർഷം മുൻപ് ചേട്ടനുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അവരെ ഈ വയനാടെന്ന് പറഞ്ഞാൽ നമ്മുടെ സസ്യസമ്പത്തിൻ്റെ, പശ്ചിമഘട്ടത്തിൻ്റെ വരദാനമായിട്ട് കിട്ടിയ സസ്യസമ്പത്തിൻ്റെ ഒരു കലവറയാണ്. ആ കലവറയെ സംരക്ഷിക്കാൻ നടക്കുന്ന ഒരു ഒറ്റയാൾ പട്ടാളമാണ് ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വക ശ്രമങ്ങളിൽ നമ്മൾ ഒരു വശത്തുകൂടി പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ട് ഈ വൈവിധ്യവൽക്കരണം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, വംശനാശത്തിൻ്റെ വേഗം കൂട്ടുമ്പോൾ, അതിനെതിരായി ഇടം തടിച്ചു നിൽക്കുന്ന ഒരൊറ്റയാൾ പട്ടാളമായ ചെറുവയൽ രാമൻ്റെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ശ്രമവും ഈ 2 സഹോദരനും ചെയ്തിട്ടില്ല, സഹോദരിയും ചെയ്തിട്ടില്ല. ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്നാൽ ഈ നെൽവിത്തനങ്ങളുടെ സംരക്ഷണം നടക്കുകയില്ല. അത് ഇത്രയും കാലം ഒറ്റയ്ക്കാണ് ചെറുവയൽ രാമൻ ചെയ്തത്. ഇപ്പോൾ 73 വയസ്സായി. അദ്ദേഹത്തിന് ഇത് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഗവേഷണ കേന്ദ്രവും ആ തരത്തിൽ വികസിപ്പിക്കാനുള്ള ഒരു ഉദ്യമവും സംരംഭവും ഇതൊക്കെ തുടങ്ങുക, ഈ ഒരു വാക്ക് നമ്മൾ പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് ഇനിയും കേൾക്കാനാണ് ഇരിക്കുന്നത്. അവിടെയാണ് അത് വെറും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ മാത്രമായിട്ട് നമ്മുടെ മനസ്സിൽ ചുരുങ്ങി പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.